السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وآل كل وصحابة أجمعين ما بعد. بسم الله الرحمن الرحيم. وما أرسلناك إلا رحمة للعالمين. പ്രിയമുള്ള സഹോദരന്മാരെ, ഇന്നലെ നാം ഓർമ്മപ്പെടുത്തിയതുപോലെ ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ബഹുമാനം, അവിടുത്തെ ശ്രേഷ്ഠത, അവിടുത്തെ സ്ഥാനമാനം, അതെല്ലാം നാം പലപ്പോഴുമായി കേട്ടവരാണ്. അതുകൊണ്ട് ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തേക്ക് അനുഗ്രഹമാണെന്നാണ് ഇന്നലെ നാം പറഞ്ഞത്. വിശുദ്ധ ഖുർആൻ നമ്മോട് പഠിപ്പിച്ചതുപോലെ ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫ്റഹു. അള്ളാഹുവിന്റെ ഔദാര്യമാകുന്ന ഇൽമു കൊണ്ടും റഹ്മത്താകുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ടും നിങ്ങൾ സന്തോഷിക്കുവീൻ, നിങ്ങൾ ആഹ്ലാദിക്കുവീൻ, നിങ്ങൾ സന്തോഷം കൊണ്ടാടുക എന്ന രൂപത്തിൽ വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുമ്പോൾ, ഇത് എന്റെ വകയിൽ ഞാൻ പറയുന്നതല്ല. ബിഫദ്ലില്ലാഹി എന്ന് പറഞ്ഞാൽ അത് ഇൽമാണ്, റഹ്മത്ത് എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിന്റെ ഹബീബാണ് എന്ന് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ മുഴുവനും നമ്മോട് ഓർമ്മപ്പെടുത്തിയതായി കാണാം. അതുകൊണ്ട് തന്നെ ആ ഇൽമും അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അത് വല്ലാത്തൊരു കലക്ഷൻ ഉള്ളതാണ്. ആ ഇൽമു കൊണ്ടും അതേപോലെ റഹ്മത്ത് ഔദാര്യം കൊണ്ടും നമ്മളിലേക്ക് വന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വലിയ സ്ഥാനത്തുള്ളവരാണ് എന്നുള്ളതിൽ ആർക്കും തന്നെ സംശയമില്ല. അവിടുന്ന് എല്ലാവർക്കും റഹ്മത്താണ്. ഞാൻ നേരത്തെ ഓതിയ ആയത്തിൽ വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, സർവർക്കും അനുഗ്രഹമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നിട്ടുള്ളത്. സർവർക്കും എന്ന് പറഞ്ഞാൽ സർവ്വ ജനങ്ങൾക്കും, സർവ്വ ജിന്നുകൾക്കും, സർവ്വ മലക്കുകൾക്കും, സർവ്വ മൃഗങ്ങൾക്കും, ജീവജാലങ്ങൾക്കും, അതേപോലെ നിർജീവ വസ്തുക്കൾക്ക് വരെ അനുഗ്രഹമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നിട്ടുള്ളത്. ആലമീൻ എന്ന പ്രയോഗമാണ് അവിടെ വിശുദ്ധ ഖുർആൻ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. കാരണം നാം സാധാരണയിൽ ഓതുന്ന ഫാത്തിഹയിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞാൽ സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിനിക്കാണ് സർവസ്തുതിയും എന്നാണ്. ആലമീൻ എന്ന് പറഞ്ഞാൽ അത് ഇപ്പോൾ ഉള്ള ആളുകൾക്ക് മാത്രം, അല്ലെങ്കിൽ ഏതെങ്കിലും എണ്ണപ്പെട്ട ആളുകളെ ക്ലപ്തപ്പെടുത്തിയിട്ട് പറഞ്ഞതല്ല. ആലമീൻ എന്ന് പറഞ്ഞാൽ തന്നെ ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരും ജീവനുള്ളതും ജീവനില്ലാത്തതും സർവ്വ സൃഷ്ടികൾക്കും എന്നാണ് ആലമീന്റെ അർത്ഥം. അതേ ആലമീൻ എന്ന പ്രയോഗം തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് അള്ളാഹു പ്രയോഗിച്ചത്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. റഹ്മത്ത് ആലമീൻക്ക്, സർവ്വത്തിനും റഹ്മത്തായിട്ടാണ് തങ്ങൾ അയച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആ റഹ്മത്ത് കൊണ്ട് നാം സന്തോഷിക്കണമെന്ന് മറ്റൊരു ആയത്തിലൂടെ ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫ്റഹു എന്നുള്ള ആ ആയത്തിലൂടെ നമ്മെ പഠിപ്പിക്കുമ്പോൾ, അപ്പോൾ ആ റഹ്മത്താകുന്ന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റഹ്മത്ത്, ആ റഹ്മത്തിനെ ആശിക്കുന്നവരാണ് മുഅ്മിനീങ്ങളായ ഓരോരുത്തരും. അതുകൊണ്ട് തന്നെ ആ നബി തങ്ങളുടെ റഹ്മത്തിൽ ആഗ്രഹിച്ചുകൊണ്ട് റഹ്മത്തിനെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് മുഅ്മിനീങ്ങൾ ഇപ്പോൾ സന്തോഷിച്ചു കൊണ്ടിരിക്കുന്നത്. വിശുദ്ധമായ റബീഉൽ അവ്വൽ എന്ന് പറയുന്നത് ആ റഹ്മത്ത് കിട്ടിയതിന്റെ സന്തോഷമാണ്. ഏറ്റവും വലിയ റഹ്മത്താകുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച ഈ മാസം എന്ന് പറയുന്നത് തന്നെ മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ റഹ്മത്താണ്. ആ റഹ്മത്തിന് സന്തോഷിക്കാത്തവൻ പിന്നെന്താണ്? സാധാരണയിൽ ഒരാൾക്ക് അവന്റെ വീട്ടിൽ വല്ല സന്തോഷവും വല്ല അനുഗ്രഹങ്ങളും കിട്ടിയാൽ ആ അനുഗ്രഹത്തിന്റെ പേരിൽ അവൻ സാധാരണയിൽ സന്തോഷിക്കാറില്ലേ? ഒരു കല്യാണം കഴിയുമ്പോൾ കല്യാണത്തിന്റെ വീട്ടിൽ സന്തോഷിക്കുന്നു, അൽഹംദുലില്ലാ ഇത്രയും വലിയ സംരംഭം നല്ല നിലക്ക് നടന്നു കിട്ടിയല്ലോ എന്ന നിലക്ക്. അതേപോലെ തന്നെ ഒരു കുട്ടി ജനിച്ചാൽ കുട്ടിയുടെ പേരിൽ സന്തോഷിക്കുന്നു, കാരണം അള്ളാഹു നൽകിയ ഒരു അനുഗ്രഹമാണ് ആ കുട്ടി എന്നുള്ളത്. അതുപോലെ വലിയൊരു നിഅമത്ത് കിട്ടി, വലിയൊരു സ്വത്ത് ഒരാൾക്ക് കിട്ടിയാൽ ആ സ്വത്ത് കിട്ടിയതിന്റെ പേരിൽ സന്തോഷിക്കുന്നു. പുതിയൊരു വണ്ടി വാങ്ങിയാൽ ആ വണ്ടി വാങ്ങിയതിന്റെ പേരിൽ സന്തോഷിക്കുന്നു. ഇതൊക്കെയും സന്തോഷിക്കുന്നത് ആ അനുഗ്രഹം ലഭിച്ചുവല്ലോ എന്ന നിലക്കാണ്. അതേ സമയത്ത് അള്ളാഹുവിന്റെ ഹബീബാകുന്ന റഹ്മത്ത് നമുക്ക് പുതിയ വണ്ടി വാങ്ങിയതിനേക്കാളും വലിയ റഹ്മത്താണ് നബി തങ്ങൾ. നമുക്ക് പുതിയ വീടുണ്ടാക്കിയതിനേക്കാളും വലിയ റഹ്മത്താണ്. പുതിയതായി കല്യാണം കഴിഞ്ഞതിനേക്കാളും വലിയ റഹ്മത്താണ്. പുതുതായി ഒരു കുട്ടി ജനിച്ചതിനേക്കാളും വലിയ റഹ്മത്താണ് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന റഹ്മത്ത്. അതുകൊണ്ട് തന്നെ ആ റഹ്മത്താകുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന റഹ്മത്ത്, ആ റഹ്മത്ത് വന്നതിൽ നാം സന്തോഷിക്കേണ്ടത് മറ്റുള്ള എല്ലാ സന്തോഷങ്ങളെക്കാളും വലിയ സന്തോഷമാണ്.
അള്ളാഹു സുബ്ഹാനഹു വ തആല ആ നിലക്ക് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന റഹ്മത്തിനെ കൊണ്ട് സന്തോഷിക്കുന്നവരിൽ അള്ളാഹു നമ്മളെവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് വരുന്ന ദിവസങ്ങളിൽ ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് ധാരാളം പറയാനും പ്രകീർത്തിക്കുവാനും ആ ഒരുപാട് സൽക്കർമ്മങ്ങൾ ആ നബി തങ്ങളുടെ പേരിൽ ചെയ്യുവാനും അതോടുകൂടെ നബി തങ്ങളുടെ ഇഷ്ക് കരസ്ഥമാക്കാനും ആ മഹബത്തിലായി ജീവിച്ചു മരിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.